നീ കണ്ടി അമ്മ എന്തിനാ മൊബൈൽ പിടിച്ചോണ്ട് വരുന്നത് എടുത്തിട്ട്? അല്ലടാ നീ നിന്റെ ക്ഷീണം ഒന്നും അറിയണ്ട. അത് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയാ അല്ല സ്വന്തം മോതൊക്കെ വെച്ചോ. സ്വന്തം ഓക്കെ നാളെ ഒരു കല്യാണത്തിന്റെ ഇന്നലെ ഉറക്കം പോലും കിട്ടില്ല. ഇന്നെല്ലാം കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് പോകുന്നേ വരുന്നത് ഈ ചൂടൊന്നും എനിക്ക് കറണ്ടിൽ കിടക്കാനൊന്നുമില്ല. ഞാൻ ബെഡേ കിടന്ന് മുള്ളുന്നണക്കായിരിക്കും. മുള്ളിനെക്കാട്ട് കഷ്ടം അറിയും. ബെഡ് എടുത്ത് വല്ല സ്വിമ്മിംഗ് പൂളിലോട്ട് ഇടുന്നൊരു ഗതിയായിരിക്കും. ജിമ്മടക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. ആശാന്റെ വായിന്നെല്ലാം കേൾക്കായിരുന്ന ജിമ്മിൽ ആൾക്കാർ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ എപ്പോഴും കറണ്ട് പോകുന്ന ഇവിടെ ലോഡ് കൂടിയിട്ടാണ്. ദാറ്റ് മേക്സ് സോ മച്ച് സെൻസ്. കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് ക്ലിക്ക്. അതായിരിക്കും റീസൺ. അല്ലാവിനെന്ത് ഈ ചൂടത്ത് എല്ലാവരും കൂടി കറണ്ട് ഉപയോഗിക്കുന്നത് എപ്പോൾ നോക്കിയാലും കറണ്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ 10-15 വട്ടം എന്തിനാണ് പോകേണ്ടത്? എനിക്ക് ഇലക്ട്രിസിറ്റിനെ കുറിച്ച് വലിയ നോളജബിൾ അല്ല ഞാൻ. എന്നാലും ഞാൻ പറയുമ്പോൾ നല്ല സാധനമെല്ലാം വെച്ച് കാണുന്നില്ല, വെറുതെ അല്ല. പൈസ ഒത്തു വരുന്നു. അപ്പോൾ നമുക്കൊരു സോളാർ പണ്ട് വരെ പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ഗ്രിഡ് വെക്കണം. ഓൺ ഗ്രിഡ് വരത്തില്ല. ഓൺ ഗ്രിഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കറണ്ട് പോകുമ്പോൾ അതും പോകും. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് 3 വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് കാണാം കേട്ടോ. ഞാൻ 3 വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ അമ്മയില്ല, ആരുമില്ല. അമ്മയില്ല. അമ്മ കടയിൽ പോയി. അച്ഛൻ പിന്നെ തിരിച്ചു വന്നിട്ട് കിടക്കുന്ന അനിയനും ജേബിയും കിടക്കുന്ന എല്ലാവരും കിടപ്പ. ഞാൻ പണിയെടുത്തോണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ അമ്മയ്ക്ക് കൈ നേരായി വരുന്നത് കേട്ടോ. അപ്പൊ അതെ അമ്മ കുറെ മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറും ഉണ്ടാക്കിയത്. പിന്നെ ഇത് മുരിയക്കോലിന് എന്തുവാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും പോലും ചോറ് കഴിക്കാറില്ല. ചോറ് ഞാൻ കുറയ്ക്കും. ഇതിപ്പം അമ്മ റെഡിയായി വരുമ്പം ഞാൻ കുറച്ചുകൂടി കറി കൂട്ടും. കറി ഇപ്പോൾ കൂടുതലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ കറി ഓൾറെഡി കുറെ കൂടുതലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ശീലമായിട്ടുണ്ട്. പിന്നെ എനിക്ക് കറി മാത്രമേ കഴിക്കാറുള്ളൂ. അത്രേ ഉള്ളൂ. എന്താ മേത്ത് കറി ഇത്? ഞാൻ കഴിക്കുമോ? ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കണ്ടറിവനായിരിക്കും. കരയുന്നുണ്ടോ ഒന്നും കിട്ടാറില്ലെന്ന്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി തിരക്ക് കൊണ്ടുവന്നു കേട്ടോ. ഒറ്റയടിക്കിപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ദൈവമേ, എനിക്കാണെങ്കിൽ സമയം പോലും ഇല്ല. ഏകദേശം 5 മണിക്കൂർ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 3 വീഡിയോ എഡിറ്റ് ചെയ്ത് അതല്ലാതെ എനിക്ക് ഏകദേശം 2-3 വീഡിയോ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ചാനലിലെ വീഡിയോ മാത്രമല്ല, അതല്ലാതെ കുറേ ചാനലൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയാ. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പം സമയം എന്ന് പറയുന്നത് എനിക്കില്ല. കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. ഒടുക്കുന്ന മെനക്ക് നല്ല രസമുണ്ട്. AC-യിലെ ഇപ്പൊ കടലിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് പറ്റി? എന്തെന്ത് പറ്റിയെന്ന് ടെൻഷൻ എന്താ? ടെൻഷൻ ഒന്നും എനിക്ക് നടന്നു നടക്കുക. ഓ ടയേർഡ് ആയിപ്പോയ. എഡിറ്റിംഗ് എത്ര മണിക്കൂർ ചെയ്ത്? 5 ഇത്തരം കണ്ടിന്യൂ എഡിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലടാ. കണ്ടിന്യൂ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് തീരത്തില്ല 3 വീഡിയോ കേട്ടാ. എടാ 3 അത് കണ്ടിന്യൂ ചെയ്യണ്ടടാ. കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ എല്ലാ ദിവസവും 2 വീഡിയോസ് ഇതല്ല 3 വീഡിയോസ് എല്ലാ ദിവസവും ഇടണം. ഞാൻ ഇതുവരെ 2 വീഡിയോ ഉള്ളായിരുന്നു ഡെയിലി എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഇടക്കിടക്ക് ഷോർട്ട്. ഇപ്പൊ വന്ന് ഞാനത് 3 വീഡിയോ ആക്കി. ഇപ്പൊ എനിക്ക് 3 വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഷോർട്ട് അതിന്റെ പൊക്കത്തും. അപ്പൊ 4 വീഡിയോ വല്ലപ്പോഴും ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും 3 വീഡിയോ ഉണ്ട്. അവിടെ അപ്ലോഡ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 5-6 മണിക്കൂർ എഡിറ്റ് ചെയ്യാൻ എടുക്കും രാവിലെ. പിന്നെ റെക്കോർഡ് ചെയ്യാൻ പിന്നെ 2 മണിക്കൂർ എടുക്കും വൈകുന്നേരം. ഇപ്പൊ പോയിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം എനിക്ക്. ഫുഡൊന്നും സമയം ചായ കുടിക്കുമോനെ? ചായ ഒന്നും വേണ്ട. ഓൾറെഡി നാരങ്ങളും കുടിച്ചിട്ടൊക്കെ. ആഹാരം സ്ലിപ്പ് ചെയ്യുന്നുണ്ടടാ നീ. ഉച്ചയ്ക്ക് അതിന്റെ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇത്ര മണിക്കൂർ കണ്ടിന്യൂ ചെയ്യുമ്പോ കൂൾ ഡൗൺ. നീ കണ്ടി അമ്മ എന്തിനാ മൊബൈൽ പിടിച്ചോണ്ട് വരുന്നത് എടുത്തിട്ട്? അല്ലടാ നീ നിന്റെ ക്ഷീണം ഒന്നും അറിയണ്ട. അത് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയാ അല്ല സ്വന്തം മോതൊക്കെ വെച്ചോ. ഓക്കെ നാളെ ഒരു കല്യാണത്തിന്റെ നാളെ കല്യാണം ഉണ്ട്. അവരെ വിളിക്കുവാണ്. അല്ല കേട്ടാ, അവരൊന്നും വിളിക്കണ്ട. ഒക്കെ നാളെ കല്യാണത്തിന് പോണം. വൈകുന്നേരം റെഡി ആയിക്കോണം. JMBനെ വിളിച്ചോണം. JMB ഒക്കെ പറയാന്നൊക്കെ ഡൗട്ടാ. എന്നാലും നമുക്ക് ശ്രമിക്കാം. അയ്യോ ഡൗട്ടാ. വല്ല ഇത് JCB കൊണ്ടുവന്ന് കുത്തിപ്പൊക്കി എടുത്ത് എറി. അതിനെടുത്ത് എറി. അച്ഛനും മോനും അതിന്റെ കട്ടയ്ക്ക് നിൽക്കുന്നത്. കിണറ്റി എറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചീത്തയാകും. എടുത്ത് ആറ്റിലെറി കേട്ടാ. തിരിച്ചൊക്കെ പിടിച്ച് ഇനിയിപ്പോ ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ എല്ലാവരും എന്റെ കട കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ ഇങ്ങനെയല്ലേ? ദുഃഖിച്ചിരിക്കരുത്. തളർന്നിരിക്കുന്ന ചായ കുടിച്ചാൽ മാറും. ചായ ഒന്നും വേണ്ട. ചായ കുടിച്ച് ശീലമില്ല എനിക്ക്. ഞാൻ ചോദിക്കാറുണ്ട് എപ്പോഴും ചായ. അപ്പൊ സർബത്ത് കുടിക്കാം. ഓൾറെഡി ഞാൻ 2 ലൈം ജ്യൂസ് കുടിച്ചിട്ടാ വന്നത്. അപ്പൊ ജ്യൂസ് കുടിക്കാം. കുഞ്ഞിനെ പിമ്പിൾസിന് നമുക്ക് എറണാകുളത്ത് എവിടെയെങ്കിലും നല്ലൊരു ട്രീറ്റ് എറണാകുളത്ത് കാണിക്കണം. ആ മുടിയുടെ സ്റ്റേജ് ചെയ്യാനും എറണാകുളത്ത് കാണിക്കണം. കാണിക്കണം. പശുവൊക്കെ അല്ലടാ കുട്ട. കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങിയാൽ മാത്രം മതി. ആ കട്ട് നേരെ വന്നിട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട് തിക്നെസ് ആയിട്ട് വരിക. അത്രേ ഉള്ളു. അത് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറക്കുക. അത്രേ ഉള്ളു. ക്യാമറ ഇനിയിപ്പോ ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയപ്പോ ഇനി ഒരു രക്ഷയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പകർത്താം. ഇപ്പൊ ബ്ലോഗ് ചെയ്ത് തുടങ്ങി മോനെ. ഒരു രക്ഷയില്ല. എന്ത് പറ്റും?
എന്ത് പറ്റും? ശരി ശരി. ഇപ്പൊ ചമ്മല് കണ്ട മുഖത്ത്, ഇപ്പൊ ചമ്മല് കണ്ട. മറ്റേ ക്യാമറ കൊണ്ടുവന്ന് വർത്താനം പറയുമ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഒരു ചിരി എല്ലാം വരുന്നുണ്ട്. ഇനി ബ്ലോഗറായി, കടയൊക്കെ പിടിയാണ്. ഗൈസ്, ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്കൊരു ഗെയിമിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അതിനായിട്ട് കാണാൻ കേട്ടാ. എടാ കണ്ട, എടാ കസേരയിരുന്നു പത്രം വായിക്കണോടാ. എന്താണ് നിരാശനായിട്ടിരിക്കുന്നത്? എന്തൊരു കറുത്തു പോകണടാ, നീ വെള്ളക്കിടറല്ലേ? അച്ഛൻ സിനിമയ്ക്ക് വരുന്ന? അച്ഛനെന്താ സിനിമയ്ക്ക് വരാത്ത? അതിന് ഞങ്ങള് മൂന്ന്, അച്ഛന് വരാൻ പറ്റത്തില്ലേ? എന്ത് ശരീരത്തിന് വയ്യെന്ന് എനിക്കറിയിട്ട് തോന്നുന്നില്ല, വലിയ വയ്യായി എന്ന്. രാവിലെ അങ്ങോട്ട് ഓർഡർ ശരീരത്തിന് അടച്ചു തരുമല്ലോ. അപ്പൊ റിലാക്സ് ചെയ്യാൻ വേണ്ടി മൂവിക്ക് പോയിട്ട് വരാമാ. എപ്പോ വിളിച്ച അച്ഛൻ വിഗീത പറയുന്നതല്ലേ? ഇപ്പൊ ഉച്ചക്കായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ പോലും അച്ഛനെ വിട്ടേക്കാണ്. ഞാൻ ഓൾറെഡി 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അച്ഛൻ എന്തായാലും വരുന്നില്ല. എനിക്ക് പടമൊന്നും കാണുന്ന അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാന്നൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എൻ്റെ. പക്ഷേ അതിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മെന്റാലിറ്റിയിൽ നിങ്ങളിങ്ങനെ നരകിച്ചു പോകും. അതിനെക്കാളും നല്ലത് ഉള്ള ദിവസങ്ങളിലൊക്കെ നാളെ എന്തുവരും അറിയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എത്ര ഗുഡ് വൈബിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് ആ രീതി കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും പോകാൻ നമുക്ക് എല്ലാം ഇനി ഓർത്തും കണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ. വരുന്നിടത്ത് ചെയ്യാം. ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ ഇറങ്ങിയായിരുന്നു. ഇത് കേട്ടോ നമുക്ക് മൂവിക്ക് പോവാം. മൂവീസൊക്കെ കാണാൻ അങ്ങനെ വലിയ ക്രേസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മോസ്റ്റ്ലി ആനിമേസ് ഒക്കെ കാണുന്നത്. അതല്ലാതെ ആരെങ്കിലും കുറേ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഞാൻ മൂവീസ് പോയി തിയേറ്ററിൽ കാണാറുള്ളൂ. ഇപ്പോൾ ഒരു മെന്റാലിറ്റി ചേഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം പോയേക്കുവാ. എടാ ഇത് എന്തുവാടാ ഇത്? അമ്മയുടെ പരീക്ഷണ വസ്തു. സ്കിൻ കെയർ ചെയ്തേ അമ്മ. എങ്ങനെയുണ്ട്? സ്കിൻ കെയർ ചെയ്തോ? ദൈവമേ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഉൾക്കൊള്ളല്ലേ? ദൈവമേ എന്തിനാണ് അമ്മയ്ക്ക് നിന്ന് കൊടുത്തത്? അപ്പൊ അത് ഇതൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്ക് നീ പോയി പോലെ കൂളി എല്ലാം കാണിക്കരുത്. എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടത്. ബീട്രൂട്ട് ആണോ ഇത്? അതൊക്കെ കഴിച്ചാൽ പോരാ, മോന്തയ്ക്ക് എടുത്ത് തേച്ചത്. ഗൈസ്, അമ്മ ആഹാരം കൊണ്ടുവന്ന് അമ്മയുടെ കൈ ഇപ്പൊ റെഡി ആവരെന്ന് തോന്നുന്നത്. ഇപ്പൊ ഇത് ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും ഇത് അച്ചാറും. ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി പറഞ്ഞു സിനിമയ്ക്ക് പോകണമെന്ന്. പക്ഷെ 1 മണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല ആരുടെയും. അത് അനങ്ങുന്നതായിട്ട് കാണുന്നില്ലേ? 10 മിനിറ്റ് പോലും ഇല്ല സിനിമ തുടങ്ങാൻ. പക്ഷെ എന്നിട്ടും അമ്മേനെ അനിയനെ ഒന്നും കാണുന്നില്ല. അമ്മേ ഇറങ്ങണം. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് 5 മിനിറ്റ് സിനിമയുടെ കാണണ്ടല്ലോ തുടക്കത്ത്. കുറച്ചുകൂടി പതുക്കെ പ്രാവശ്യം. എന്റെ ചെരുപ്പ് നീ എടുക്കാൻ നോക്കും. നീ അത് മേടിച്ചാലും 5000 രൂപയ്ക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ചെരുപ്പ് പോലെ മേടിക്കാനുള്ള. അപ്പോൾ വല്ലാത്ത ഇതായിരുന്നു. എത്ര രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ നീ ചെരുപ്പ് മേടിച്ചില്ല. അപ്പോൾ ഷൂ മാത്രമേ ഉള്ളൂ. ഇപ്പം പെട്ടെന്ന് ഇട്. ഇനി അല്ല പെട്ടെന്നല്ലേ, കുറച്ച് പതുക്കെ ഇട്. ഇനിയും പതുക്കെ ഇട്. നമുക്ക് പോകണ്ട, നാളെ പോവാം. അല്ല നീ മേടിച്ച് വെച്ചിരിക്കുമല്ലോ ആ തിയേറ്റർ. നാളെ പോയി കണ്ടാൽ മതി. അമ്മേ വേണമെങ്കിൽ 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങാല്ലേ? ഇന്നതാണ് മോനെ ചപ്പാത്തി. അത് എല്ലാം ആഹാരം ഉണ്ടാക്കണ്ട. കടയിൽ നിന്ന് വന്നേച്ചു പറഞ്ഞ ഉടനെ കുപ്പിന്ന് വന്ന ഭൂതവാ. ഒട്ടും ലേറ്റ് ഇല്ല കേട്ടോ, ഒട്ടും ലേറ്റ് ഇല്ല. വരുന്നുണ്ടാ സിനിമയൊക്കെ ആയിട്ട് വീട്ടിലെത്തി കേട്ടാ. സിനിമ കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എന്താണ് ആവേശമല്ലേ? ആവേശം. അയ്യോ ഇടി 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 ഇടി. പാതിരാത്രി ഇപ്പൊ 2 മണിയായി. കുറച്ച് 3/4 ഭാഗം കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. അറിയില്ല എന്ത് ഇടി 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 ഇടി. അമ്മ അറിയാത്തത് അമ്മ കിടന്ന് ഉറങ്ങി പോകുന്നോണ്ടാണ് രാത്രി ആകുമ്പോ. എന്തായാലും ഈ വീഡിയോ വെച്ച് നിർത്തി നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ. സിനിമ സൂപ്പർ. അതിന് കുഴപ്പമില്ല. ടേക്ക് കെയർ. പീസ്.